ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കൊടൈക്കനാൽ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ്. നമ്മൾ ആറ്റിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കമ്പം തേനി വഴിയാണ് പോയത്. പോകുന്ന വഴിയിൽ മെയിൻ ഹൈവേയിൽ തന്നെയുള്ള മുന്തിരിത്തോപ്പിൽ ഒന്നാണിത്, ജെന്നിസ്. ഇവിടെ കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇവിടെ നമുക്ക് ഗ്രേപ്സ് വാങ്ങാൻ പറ്റും. പിന്നെ അവിടെ ഫ്രഷ് ജ്യൂസ് അവൈലബിൾ ആയിരുന്നു. അതും കുടിച്ച് മുന്തിരിത്തോപ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസും എടുത്ത് നമ്മൾ പിന്നെ അവിടെ നേരെ യാത്രയായി. നമ്മൾ നേരെ പോയത് കൊടൈക്കനാലിലേക്കാണ്. പോകുന്ന വഴി 2 വഴി ഉണ്ടായിരുന്നു. ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു, റേസ് എന്ന ആപ്പിലാണ് കാണിച്ചത്. നോർമൽ ഗൂഗിൾ മാപ്പിൽ ഇല്ലായിരുന്നു. ഏകദേശം 30 കിലോമീറ്റർ കുറവായിരുന്നു. നല്ല റോഡായിരുന്നു, പക്ഷേ ഒരു കാറേ പോകത്തുള്ളൂ. നല്ല നാരോ റോഡാണ്. സോ അഡ്വഞ്ചറും കുറച്ച് അപകടകരമാണ്. സൈഡിൽ കൈവരിയും ഇല്ലാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. താഴെ നല്ല കൊക്കയാണ്. ആ റോഡ് ഏകദേശം സ്ട്രൈറ്റ് ആയി പോയാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ കയറാൻ പറ്റും. നമ്മൾ റേസ് ആപ്പ് വെച്ചാണ് പോയത്. അവിടെ നമ്മൾ നേരെ വൈകിട്ടായപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടൽ വെട്രിവേൽ, ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ലേക്കിന്റെ അടുത്തായതുകൊണ്ട് നമുക്ക് ലേക്കിലേക്ക് പോകാനും മറ്റും എളുപ്പമായിരുന്നു. നമ്മൾ ഏപ്രിൽ മാസം പോയത് കൊണ്ട് നല്ല തിരക്കായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ ലേക്കിന്റെ അടുത്തടുത്ത് നന്നായി. നമ്മൾ അന്ന് പോയിട്ടന്ന് പിന്നെ അങ്ങ് പോയില്ല. ഡിന്നർ വാങ്ങിച്ച് പുറത്ത് പോയി ഡിന്നർ വാങ്ങിച്ച് കഴിച്ച് അന്ന് റെസ്റ്റ് എടുത്തു. റൂമൊക്കെ കൊള്ളായിരുന്നു, നീറ്റായിരുന്നു. നമ്മൾ റിവ്യൂ കണ്ട അത്ര നീറ്റ് അല്ലെങ്കിൽ ഓക്കെ. നമുക്ക് ഈ റൂമിന് ഒരു ദിവസത്തേക്ക് ആയത് 4000 രൂപ അടുപ്പിച്ചാണ്. 4000 രൂപ ആയിരുന്നു. അഗോഡയിലാണ് ബുക്ക് ചെയ്തത്. ഇത് പിറ്റേന്ന് രാവിലെ നമ്മൾ കാർ എടുത്തില്ല. കാര്യം ഭയങ്കര നല്ല ബ്ലോക്കായി. വേറെ ഗുണക്കേവ്, പൂമ്പാറയൊക്കെ പോകാൻ പ്ലാനുണ്ടായിരുന്നു, പക്ഷേ വേറെ എങ്ങോട്ടും പോയില്ല. നമ്മൾ ഈ ലേക്കും ഇവിടെ അടുത്തുള്ള ബ്രയൻ പാർക്ക് അവിടെയൊക്കെ പോകാന്ന് കരുതി. സോ രാവിലെ ഇറങ്ങി ലേക്കിന് ചുറ്റും കുറച്ച് നടന്നു. ലേക്കിന് ചുറ്റും നമ്മൾ ഫുൾ നടന്ന് കണ്ടു. ഏകദേശം 5-6 കിലോമീറ്റർ ഉണ്ട്. ഒരു റൗണ്ട് എടുത്ത് നമ്മൾ തിരിച്ച് ബ്രയൻ പാർക്കിലെത്തി. ബ്രയൻ പാർക്കിൽ ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്. നമ്മളത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. പിന്നെ പുറത്ത് ലഞ്ച് വാങ്ങി അവിടെ ഇരുന്ന് തന്നെയാണ് കഴിച്ചത്. ഇതിനകത്തേക്കൊന്നും കഴിക്കാൻ പറ്റും. അത്യാവശ്യം ഇവിടെ ഫുഡൊക്കെ എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ്. ഓക്കെ, എന്നാലും നല്ല തണലുള്ള സ്ഥലമുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബോട്ടിങ്ങിന് പോയി. ഒരാൾക്ക് ഒരു ബോട്ടിൽ 4 പേർക്ക് കയറാം. അങ്ങനെയുള്ള പെഡൽ ബോട്ടുണ്ട്. ഒരു പെഡൽ ബോട്ട് 300 രൂപയാണ് 4 പേർക്ക്. 2 പേർക്ക് ചവിട്ടാം. 300 രൂപ അഡ്വാൻസ് കൊടുക്കണം. തിരിച്ച് ഹാഫ് അവറിനുള്ളിൽ വന്നാൽ ആ പൈസ തിരിച്ചു തരും. റീഫണ്ടായി കിട്ടുന്നതാണ്. നല്ല ബോട്ടിൽ പോയപ്പോഴാണ് നല്ല കോട വന്നത്. നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കൊടൈക്കനാലില്. സോ അന്ന് രാത്രി നല്ല തണുപ്പായിരുന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ അവിടെ തിരിച്ചു. നമ്മൾ ഷോർട്ട് കട്ട് വഴിയാണ് ഇപ്പോൾ തിരിച്ചും വന്നത്. പക്ഷെ നല്ല റിസ്കി പാത്താണ്. താഴോട്ട് നല്ല കുഴിയുണ്ട്. എന്നാലും അധികം വണ്ടികളൊന്നും വരാറില്ല. കാര്യം അധികം ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു ഈ വഴി. വലിയ വണ്ടി. നമ്മളും കൊടൈക്കനാലിൽ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ പോകുന്നത്. ചെറിയ റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന വ്യൂ പോയിന്റുകളുണ്ട്. ഏകദേശം 30 കിലോമീറ്റർ ഷോർട്ട് കട്ടിൽ നമ്മൾ കമ്പം തേനി വഴിയാണ് പോകുന്നതെങ്കിൽ തിരിച്ച് ട്രിവാൻഡ്രം കമ്പം തേനി വഴി പോകുന്നതെങ്കിൽ നല്ലൊരു ഷോർട്ട് കട്ടാണ്. പക്ഷേ കുറച്ച് ഡേഞ്ചറസ് ആണ്. റോഡെല്ലാം നല്ല ചെറുതാണ്. എന്നാൽ ഓപ്പോസിറ്റ് കാറുകളെ വരുന്നുള്ളൂ. വേറെ ലോറിയോ ബസ്സോ അങ്ങനെയൊന്നും വരുന്നില്ല. അതൊന്നും പോകാൻ പറ്റത്തില്ല. ചെറിയ റോഡാണ്. റോഡെല്ലാം നല്ല റോഡായിരുന്നു. സോ ഈ വഴി ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക്
കുറച്ചും കൂടി ബെഞ്ചിഫുൾ ആസ്വദിച്ച് പോകാൻ പറ്റിയ റോഡ് ഇതായിരുന്നു. നോർമൽ അപ്പുറത്ത് 30 കിലോമീറ്റർ കറങ്ങി പോകുന്നതിനേക്കാളും നല്ല റോഡായിരുന്നു. കടുക്കം എന്നൊരു വില്ലേജ് കൂടെയാണ് ഇത് പോകുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണ്. ഗൂഗിൾ മാപ്പിൽ ഈ വഴി കാണിച്ചിട്ടില്ലായിരുന്നു. വെയ്സ് എന്ന് പറഞ്ഞ ആപ്പിൽ ഈ വഴി ഉണ്ട്, ഈ റൂട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വഴിയാണ് പോയത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പിന്നെ തിരിച്ചും പിന്നെ ഈ വഴി തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ 2-3 ദിവസത്തെ ട്രിപ്പിനാണ് പോയത്. ഇന്നലെ പിന്നെ നമുക്ക് പൂമ്പാറ ഒക്കെ പോകാൻ പറ്റിയില്ല, നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. ഇനി വരുമ്പോൾ എന്തായാലും പൂമ്പാറ പോകണം. അപ്പം ഒരു ദിവസത്തെ യാത്രയേ ഉള്ളൂ. നമുക്ക് ഗുണാക്കേവ് പൂമ്പാറ എല്ലാം കവർ ചെയ്ത് തരാൻ പറ്റും. പിന്നെ ഹോട്ടൽ നമ്മൾ ലേക്കിന്റെ അടുത്ത് എടുത്തുകൊണ്ട് നമുക്ക് ലേക്കിൽ പോകാൻ പറ്റും. വളരെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. നമ്മൾ പോയിട്ട് തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയായിരുന്നു. എല്ലാം നല്ല ട്രിപ്പായിരുന്നു. തിരിച്ച് നമ്മൾ ഉച്ചയായപ്പോൾ തിരിഞ്ഞെത്താറായി. പിന്നെ ഈ റൂട്ട് പോകുമ്പോൾ എന്തായാലും വണ്ടിയിൽ ഫ്യൂൽ ഉണ്ടായിരിക്കണം. ഡീസലോ പെട്രോളോ അടിച്ചിട്ടേ പോകാവൂ. പിന്നെ പമ്പ് കൊടൈക്കനാലിലേ ഉള്ളു. ഈ ഒരു ഹൈവേ കഴിഞ്ഞാൽ കയറിയ ഏകദേശം 20 ഹെയർപിൻ ഉണ്ട് നമുക്ക് കയറാം. ഈ റൂട്ടായാലും നമ്മൾ 20 ഹെയർപിൻ കയറണം. നമ്മളെ വരുന്ന വഴിയിൽ ലഞ്ച് കഴിച്ചത് ഈ ഒരു കടയിൽ നിന്നാണ്, വേലപ്പാസ് എന്ന് പറഞ്ഞ കടയിൽ. അവിടെ കേരള റൈസ് ഒക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല ഫുഡായിരുന്നു. ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് വൈകുന്നേരമായപ്പോൾ ട്രിവാൻഡ്രമെത്തി.